ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഓണ സെലിബ്രേഷനാണ് കേട്ടോ. അതിനാണ് രാവിലെ തന്നെ സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഏതോ ഒരു വണ്ടി ഹോൺ അടിച്ചപ്പോൾ ഞാൻ പേടിച്ചു. അതൊന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ആരുമില്ല. ഏതോ റോഡിൽ കൂടെ വണ്ടി പോയതാണ്. ആ ഹോണാണ് ഇവിടെ വരെ കേട്ടത് കേട്ടോ. അങ്ങനെ എപ്പോഴത്തേയും പോലെ കണ്ട് അച്ചായൻ ഓട്ടോയും കൊണ്ടുവന്ന് ഓട്ടോയിൽ കയറി. അങ്ങനെ മോള് രാവിലെ ഫുഡൊന്നും കഴിക്കാതെ വന്നെന്ന് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു. മോൾക്ക് സ്നാക്സ് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിൽ ചെന്നപ്പോഴത്തേനും അവിടെ ടീച്ചറും സാറും കൂടെ അത്തപ്പൂക്കളത്തിനുള്ള ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെ കുട്ടികളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് പേര് കളിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് പൂവൊക്കെ ഇറുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇടയ്ക്കൂടെ വന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട്. പറയാതെ തന്നെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അങ്ങനെ അതിലൊക്കെ കഴിഞ്ഞ് പിന്നെ ദാണ്ട ഇവിടെ നിന്ന് പൂവ് ഇറക്കുന്നുണ്ട്. ബാക്കി കുറേ പൂവൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്തപ്പൂക്കൾ ഇടാനായിട്ട് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ആ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ദാണ്ട ഞങ്ങളെ മലയാളി മങ്കയും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തും കുറച്ച് അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് കൊടുത്തുമൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. പിന്നെ അത്തപ്പൂക്കളൊക്കെ ഫിനിഷായി. അതിന് ശേഷം ഞങ്ങൾ ഓണത്തിനുള്ള പരിപാടികളൊക്കെ, ഓണത്തിൻ്റെ ഓരോ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ മുട്ടായി പെറുക്കലായിരുന്നു കേട്ടോ. സ്റ്റുഡൻസിൻ്റെ എല്ലാവരും മുട്ടായി പെറുക്കലുണ്ടായിരുന്നു. മുട്ടായി പെറുക്കൽ കഴിഞ്ഞിട്ട് അത് വാശിയേറെ പോരാട്ടമാണ് കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കസേര കളി ഉണ്ടായിരുന്നു. ആദ്യം സ്റ്റുഡൻസിൻ്റെ കസേര കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പേരൻസിൻ്റെതും ലാസ്റ്റ് ടീച്ചേഴ്സിൻ്റെയും കസേര കളി ഉണ്ടായിരുന്നു കേട്ടോ. പേരൻസൊക്കെ എല്ലാം നമ്മളോട് നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് നിന്നത്. ടീച്ചേഴ്സും എല്ലാം വലിയ ഓണമായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ തവളച്ചാട്ടം ഉണ്ടായിരുന്നു. തവളച്ചാട്ടത്തിനും അല്ല, പിന്നെ ഞാൻ ഈ പരിപാടിക്കൊന്നും കയറിയില്ല കേട്ടോ. കാര്യം കാല് വയ്യ, കാല് ചൂട് കൊണ്ട് പൊട്ടിയിരിക്കുന്നു. അല്ലാതെയും നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം കാലിന് ചെറിയ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. പിന്നെ പ്രോഗ്രാംസ് ഗ്രൗണ്ടിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്ത് പിന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ 3-4 ഗ്രൂപ്പിൻ്റെ മറ്റേ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിര മെയിനായിട്ടുണ്ടായിരുന്നു. അടിപൊളി തിരുവാതിരയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് നല്ല പവറായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ. അങ്ങനെ പിന്നെ അച്ഛൻ വന്നായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ അച്ഛൻ 2 വാക്ക് പിള്ളേർക്ക് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടുള്ളത് ഫുഡാണ്. ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സദ്യയായിരുന്നു. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ആദ്യം സ്റ്റുഡൻസിന് കൊടുത്തു. അത് സ്റ്റുഡൻസ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസും ഉണ്ടായിരുന്നു. അവരും കഴിച്ചു കഴിഞ്ഞാണ് കേട്ടോ ടീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.